ബെൻസ് കാർ സമ്മാനിച്ച പൈലേട്ടൻ. കാൽഡിയൻ സഭയുടെ പരമാധ്യക്ഷൻ ബിഷപ്പ് മാർ അപ്രേമിന് പരസ്പര വിരുദ്ധമായ അനുഭവങ്ങൾ സമ്മാനിച്ചയാളാണ് കെ.പി. പോൾ. പൈലേട്ടൻ എൻ്റെ മുൻപത്തെ തലമുറയിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തിൻ്റെ മകൾ നഴ്സറി ക്ലാസ്സിൽ എൻ്റെ ഒപ്പം പഠിച്ചതാണ്. ഒരു പുരോഹിതനും വിശ്വാസിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞാനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്നത്. കാരണം പൈലേട്ടൻ ദൈവവിശ്വാസിയായിരുന്നില്ല. മാമോദീസയ്ക്കും കല്യാണത്തിനും ശവസംസ്കാരത്തിനും മാത്രം പള്ളിയിൽ വരുന്ന അപൂർവം ചില ക്രിസ്ത്യാനികളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്നയാളാണ് പൈലേട്ടൻ. ഹാച്ചിങ്, മാച്ചിങ്, ഡെസ്പാച്ചിങ് ക്രിസ്ത്യൻസ് എന്ന് ഇക്കൂട്ടരെ തമാശയായി ഞാൻ വിശേഷിപ്പിച്ചിരുന്നു. പൈലേട്ടനും ഞാനും തമ്മിൽ കണ്ടിരുന്നത് ആ വീട്ടിലെ ചില പ്രത്യേക ചടങ്ങുകളിൽ വച്ചായിരുന്നു. അകാലത്തിൽ മരിച്ച അനുജൻ തോമസിൻ്റെ ശവസംസ്കാരം, മക്കളുടെയും കൊച്ചുമക്കളുടെയും വിവാഹ ചടങ്ങുകൾ എന്നിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാത്രം. ഞങ്ങൾ കൂടുതലായി അടുത്തിടപഴകുന്നത് പൈലേട്ടൻ്റെ കൊച്ചുമക്കളെ വെല്ലൂർ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ സഭ സ്പോൺസർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. സഭയുടെ സ്പോൺസർഷിപ്പ് കിട്ടുന്നവർക്ക് പഠിക്കുന്ന സ്ഥാപനത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കും. പൈലേട്ടൻ്റെ 3 പേരക്കുട്ടികൾക്ക് ഈ തരത്തിൽ സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയായിട്ടും പൈലേട്ടൻ പള്ളിയിൽ വരികയോ പ്രാർത്ഥിക്കുകയോ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അതിനായി ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടുമില്ല. എന്നാൽ 90കളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. പൈലേട്ടൻ ഉൾപ്പെടുന്ന പറവട്ടാനി ഇടവകപ്പള്ളി പുതുക്കിപ്പണിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ സംഭാവനയ്ക്കായി എല്ലാവരെയും പോലെ അദ്ദേഹത്തെയും സമീപിച്ചു. അന്ന് പൈലേട്ടൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ചെറിയ തോതിൽ പള്ളി പണിയുന്നത്? 21-ാം നൂറ്റാണ്ടാണ് വരുന്നത്. ആ കാലത്തെ കൂടി കണ്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പണിയണം. ഞങ്ങൾ പറഞ്ഞു, അതിനൊക്കെ കാശെവിടുന്ന പൈലേട്ടാ? നമ്മുടേത് ഒരു ചെറിയ സഭയല്ലേ? ഒന്നാലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ആദ്യം ഫൗണ്ടേഷനും ഫ്ലോറും പണിയൂ, അതിനുള്ള കാശ് ഞാൻ തരാം. 1.5 ലക്ഷം രൂപ അതിനായി തന്നു. അന്ന് അത് വലിയ തുകയാണ്. വലിയ വിസ്തൃതിയിലാണ് തറ പണിയുന്നത്. ഒരു ദിവസം പണി കാണാനായി പൈലേട്ടൻ പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും വീതിയുള്ള സ്ഥലത്ത് കഴുകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ പുറമേ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ചെറിയ സ്ലോപ്പ് ഇടണം. അത്രമാത്രം ദീർഘവീക്ഷണം ഓരോ കാര്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ കണ്ടെത്താനുള്ള സവിശേഷമായ കഴിവും ഉണ്ടായിരുന്നു. പൈലേട്ടൻ്റെ മറ്റു സഹോദരങ്ങളൊക്കെ നല്ല വിശ്വാസികളായിരുന്നു. ഞാൻ അവരുടെ വീടുകളിൽ പോവും. അവർ പള്ളിയിലെ ചടങ്ങുകളിൽ സംബന്ധിക്കും. സ്വാഭാവികമായും പൈലേട്ടനേക്കാൾ അടുപ്പം അവരുമായിട്ടായിരുന്നു. പൈലേട്ടന് ബിസിനസ് കാര്യങ്ങളിലായിരുന്നു താൽപ്പര്യവും ശ്രദ്ധയും. എന്നിരുന്നാലും താൻ ജനിച്ചു വളർന്ന സമുദായമാണിതെന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പല സന്ദർഭങ്ങളിലും പ്രകടമായി. സഭ വക പ്രൈമറി സ്കൂൾ വികസനത്തിൻ്റെ ഭാഗമായി പുതുക്കി പണിയേണ്ടി വന്നപ്പോൾ സഹായത്തിനായി ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. ആദ്യം എതിർപ്പ് പറഞ്ഞ പൈലേട്ടൻ പിന്നീട് സ്കൂളിൽ വന്നു. 1 ലക്ഷം രൂപ തന്ന് സഹായിക്കുകയും ചെയ്തു. സാധാരണ പേരെടുക്കുന്നതിനാണ് പലരും സഹായിക്കുന്നത്. പൈലേട്ടനാവട്ടെ പണം തന്ന വിവരം മറ്റാരും അറിയേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആരെയും കൂസാത്തയാളായിരുന്നു പൈലേട്ടൻ. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ജില്ലാ കളക്ടർ ഫോണിൽ വിളിക്കുന്നു. ഞാൻ കളക്ടറാണ്. അന്നൊക്കെ കളക്ടർമാരോട് വലിയ ഭയഭക്തിയാണ്. ആ പേര് കേൾക്കുന്ന മാത്രയിൽ എണീറ്റ് നിന്ന് സംസാരിക്കും. പൈലേട്ടൻ വളരെ കൂളായി ചോദിച്ചു, എന്തേ? ഒരു ടയർ വേണമായിരുന്നു. ഞാൻ ഡ്രൈവറെ അങ്ങോട്ട് അയക്കാം. ആയിക്കോട്ടെ, കാശ് കൊടുത്ത് വിട്ടാൽ മതി. സെയിൽസിൽ നിൽക്കുന്നയാൾ ടയർ എടുത്തു തരും. അതിനെന്നെ വിളിക്കേണ്ട കാര്യമില്ല. കളക്ടർ വീണ്ടും പറഞ്ഞു, അതേ, ഞാൻ ജില്ലാ കളക്ടറാണ്, മനസ്സിലായില്ലേ? അതൊക്കെ ശരി. ആര് വിളിച്ചാലും വിരോധമില്ല. കാശ് കൊടുത്താൽ മതി, ഇവിടുന്ന് ടയർ കിട്ടും. ഫോൺ വെച്ചിട്ട് പൈലേട്ടൻ പറഞ്ഞു, എനിക്ക് ഭരണാധികാരികളെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ടാക്സ് കൊടുക്കുന്നയാളാണ്. അവരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. കണക്കുകളിൽ കൃത്രിമത്വം കാണിക്കുന്നവർക്കേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് വ്യംഗ്യം. ഒരിക്കൽ ഞാൻ മാരുതിയുടെ ഷോറൂമിൽ പോയപ്പോൾ ഒരു പുരോഹിതനെ അവിടെ വെച്ച് കണ്ടു.
അദ്ദേഹം സ്വകാര്യമായി എന്നോട് പറഞ്ഞു, ഞാനൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ലിസ്റ്റിലേക്കൊന്ന് കയറ്റിവിടണം. ആദ്യം കിട്ടുന്ന കാറുകളുടെ പാർട്സുകൾ ഒറിജിനലായിരിക്കും, പിന്നീടുള്ളവയൊക്കെ നാടനും. നമുക്ക് നല്ല സാധനം കിട്ടാനാണ്. ഞാൻ പറഞ്ഞു, പൈലറ്റൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ടും പുരോഹിതൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ വിവരം പൈലറ്റനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏയ് അതൊന്നും പറ്റില്ല. പുള്ളിക്ക് ഞാൻ ആദ്യം കൊടുത്താൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മണ്ടന്മാരായില്ലേ? മാത്രമല്ല, എത്ര വൈകിയാലും പോപ്പുലറിൽ നിന്ന് ഒറിജിനൽ സാധനങ്ങളെ വിൽക്കാറുള്ളൂ. എല്ലാ കാര്യത്തിലും ഇത്തരം നിലപാടുകൾ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അത് സ്ഥിരീകരിക്കാനായി ഒരു അനുഭവം എന്നോട് വിവരിച്ചു. എൻ്റെ ചില ബന്ധുക്കൾ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, അതേ, നമ്മുടെ ചെക്കൻ പണിയൊന്നുമില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അവനെ ആ പീടികയിൽ ഒന്ന് നിർത്തിയാൽ നന്നായിരുന്നു. പറ്റില്ലാന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. കാരണം ജീവകാരുണ്യത്തിനല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഒരാളെ സഹായിക്കുന്നതിന് സാമ്പത്തിക സഹായം ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ എഫിഷ്യൻ്റ് അല്ലാത്തവരെ കയറ്റിയിരുത്തി ബിസിനസ് മോശമാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത്തരം നിഷ്കർഷതകളായിരുന്നു പൈലറ്റന് സമാനതകളില്ലാത്ത വിജയം സമ്മാനിച്ചത്. എൻ്റെ അംബാസഡർ കാറിന് ഒരു ഡീസൽ എഞ്ചിൻ ഫിറ്റ് ചെയ്യണം. ഡ്രൈവർ കാറുമായി പോപ്പുലറിൽ ചെന്നു. പൈലറ്റൻ പറഞ്ഞു, ഇവിടെ അംബാസഡറിൻ്റെ പണികൾ ചെയ്യാറില്ല. എങ്കിലും തിരുമേനിയുടെ കാറല്ലേ, ചെയ്യാം. പണിക്കുള്ള മെഷീനറികൾ വാങ്ങാനുള്ള ലിസ്റ്റ് കൊടുത്തു. അത് ഞാൻ വാങ്ങി. അത്രയും തുക തന്നെ ലേബർ ചാർജും വരും. അത് ഫ്രീ എന്ന് പൈലറ്റൻ. പണി ഭംഗിയായി പൂർത്തീകരിച്ച് കാർ ഇറക്കാൻ നേരം ഡ്രൈവറോട് പൈലറ്റൻ പറഞ്ഞു, മേലിൽ ഇത്തരം ചെറിയ പണികളും കൊണ്ട് ഇവിടെ വരരുത്. ഇവിടെ ഒരുപാട് വലിയ വർക്കുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനിടയിൽ ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. സത്യത്തിൽ ഞാനും അത്ര ആലോചിച്ചില്ല. പൈലറ്റൻ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കും തോന്നി. പിന്നീടും വേറൊരു സന്ദർഭത്തിൽ വണ്ടിക്കെന്തോ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായി. ഞാൻ പോലും അറിയാതെ ഡ്രൈവർ കാറുമായി പോപ്പുലറിൽ ചെന്നു. എന്താ? പൈലറ്റൻ ചോദിച്ചു. ചെറിയൊരു കംപ്ലൈൻറ്റ്. തിരുമേനിയുടെ വണ്ടിയാണ്. അതൊന്നും പറ്റില്ല. ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. നടക്കില്ല. കൊണ്ടുപോ, വേഗം കൊണ്ടുപോ. ഡ്രൈവർ ആകെ വിഷമിച്ചു. അയാൾ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു മനുഷ്യൻ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന്. അന്നും ഞാൻ പൈലറ്റൻ്റെ ഭാഗത്തായിരുന്നു. ചില കാര്യങ്ങളിൽ പൈലറ്റൻ്റെ രീതി നമ്മെ അത്ഭുതപ്പെടുത്തും. ഞാൻ ചെമ്മാച്ചനായിരുന്ന കാലത്ത് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. പോപ്പുലറിലെ ഏതോ ജീവനക്കാരൻ്റെ അച്ഛനാണ് മരിച്ചത്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പൈലറ്റൻ കയറി വരുന്നു. ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. സാധാരണ ആളുകൾ അത് ചെയ്യില്ല. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ സ്ഥാപനത്തിൽ ബന്ധുക്കൾ മരിക്കുമ്പോഴെല്ലാം ഉടമസ്ഥനെത്തിപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. പകരം പ്രതിനിധികളെ അയക്കും. ഇവിടെ പൈലറ്റൻ നേരിട്ട് വന്നു. സഹസ്രകോടികൾ വിറ്റുവരവുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായിരുന്നിട്ടും ഒരു കാലത്ത് താനും തൊഴിലാളിയായിരുന്നു എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാറുകളുടെ ഫാഷനുകൾ മാറി വന്നിട്ടും പഴയ ഒരു അംബാസഡറിലായിരുന്നു എൻ്റെ യാത്ര. അത് ഹുണ്ടായിയുടെ ആക്സൻറ്റിലേക്ക് മാറിയാലോ എന്ന ചിന്ത വന്നപ്പോൾ ഇന്നോവ മതിയെന്ന് പള്ളിക്കാരിൽ ചിലർ ഉപദേശിച്ചു. അതിന് പണം സ്വരൂപിക്കണമെങ്കിൽ പിരിവെടുക്കണം. ഈ ആവശ്യത്തിനായി ഞങ്ങൾ പോപ്പുലറിൽ ചെന്നു. കാര്യം കേട്ടിട്ട് പൈലറ്റൻ്റെ മക്കൾ പറഞ്ഞു, തിരുമേനി എന്തിനാണ് പണം പിരിക്കുന്നത്? അപ്പൻ ഉപയോഗിച്ചിരുന്ന ബെൻസ് ഇവിടെ കിടപ്പുണ്ട്. അത് ഒന്ന് മിനുക്കിയെടുത്താൽ തിരുമേനിക്ക് ഉപയോഗിക്കാം. അധികം ഓടിയിട്ടില്ലാത്ത വണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ആ കാർ എന്നോടൊപ്പമുണ്ട്. അന്ന് പൈലറ്റൻ പറഞ്ഞു, തിരുമേനിക്ക് വണ്ടി വെറുതെ കൊടുത്തു എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. സൗജന്യമായി കിട്ടിയെന്ന് അദ്ദേഹത്തിനും തോന്നരുത്. അതുകൊണ്ട് താക്കോൽ കൈമാറുമ്പോൾ 1 റുപ്പിക വാങ്ങണം. അങ്ങനെ വെറും 1 രൂപ വാങ്ങിയാണ് കാർ കൈമാറ്റം ചെയ്തത്. ഞാൻ ആഗ്രഹിച്ച ഇന്നോവ കാർ വരുത്തിത്തരുകയും ചെയ്തു. ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ പൈലറ്റൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കണ്ടിട്ടില്ല. ഒരുപാട് സ്നേഹിച്ചിരുന്ന അനുജന്മാർ വാഹനാപകടത്തിൽ മരിച്ചപ്പോഴും അതുണ്ടായിട്ടില്ല. ഭാര്യ മരിച്ചതിന് ശേഷം ഒരിക്കൽ ശവക്കോട്ടയിൽ വന്ന് അവരുടെ ശവകുടീരത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന് ആരോ വന്നു പറഞ്ഞു. പൈലറ്റനെ അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ
ഇന്നും എനിക്കത് വിശ്വാസമായിട്ടില്ല. ഞാൻ നേരിൽ കണ്ടിട്ടുമില്ല. ഒരുപക്ഷേ ഉള്ളിൽ വിശ്വാസമുണ്ടായിരിക്കാം, പക്ഷേ പുറത്ത് പ്രകടിപ്പിച്ചു കണ്ടിട്ടില്ല. ഒരിക്കൽ ഏതോ പ്രത്യേക സന്ദർഭത്തിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ പൈലേട്ടൻ തുറന്നു പറഞ്ഞു, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഞാൻ അടുത്തറിഞ്ഞ പൈലേട്ടന് ദൈവത്തോടുള്ള മനോഭാവം ഇതായിരുന്നു. സാധാരണഗതിയിൽ ധാരാളം പണമുണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും അടുത്ത ചിന്ത പ്രശസ്തിയുണ്ടാക്കി എങ്ങനെ സമൂഹത്തിൽ പ്രമാണി ചമയാമെന്നാണ്. ഇതൊന്നും തന്നെ പൈലേട്ടനെ പ്രലോഭിപ്പിച്ചിരുന്നില്ല. മരിക്കും വരെ സ്വന്തം കർമ്മത്തിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ഒരു തൊപ്പിയും തലയിൽ വെച്ച് വർക്ക്ഷോപ്പിന് മുന്നിലെ വെയിലത്ത് തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും അദ്ദേഹം ഇരിക്കും.